നമസ്കാരം. ഡൽഹി വിഷയത്തിൽ പ്രതികരിച്ച് പോസ്റ്റ് എടുത്ത തിരക്കിലാണ് നമ്മുടെ നാട്ടിലെ സിനിമാ താരങ്ങൾ. ചിലർ സ്വന്തം നിലപാട് ആത്മാർത്ഥമായി പറഞ്ഞതാണെങ്കിൽ മറ്റു ചിലരാകട്ടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പോസ്റ്റ് ഇടുന്നവരുമാണെന്നതാണ് യാഥാർത്ഥ്യം. ഇക്കൂട്ടത്തിൽ പ്രതികരിക്കാൻ ശ്രമിച്ച് നാണം കെട്ടിരിക്കുകയാണ് സിനിമാ താരം നവ്യ നായർ. വിദ്യാർത്ഥി സമരത്തിനിടെ വൈറലായ ചിത്രം അനുകരിക്കാൻ ശ്രമിച്ചതാണ് നവ്യ നായരെ പുലിവാലി പിടിപ്പിച്ചത്. സമരത്തെ അനുകൂലിച്ച് മുംബൈയിൽ നടന്ന പ്രതിഷേധത്തിനിടെ സമരക്കാരെയും കൊണ്ടുപോകുന്ന പോലീസ് വാൻ തടഞ്ഞ യുവതിയുടെ ചിത്രം കഴിഞ്ഞ ദിവസം വൈറലായി മാറിയിരുന്നു. ഒറ്റയ്ക്ക് പോലീസ് വാഹനത്തിന് മുന്നിലേക്ക് കയറിയുന്ന യുവതി വിദ്യാർത്ഥി സമരത്തിൻ്റെ തന്നെ ഐക്കണായി മാറുകയായിരുന്നു. ഈ ചിത്രത്തിലേതുപോലെ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ചിത്രം പങ്കുവെച്ചാണ് നവ്യ നായർ എയറിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നവ്യ ചിത്രം പങ്കുവച്ചത്. പോലീസ് വാഹനത്തിൻ്റെ മുമ്പിൽ കൈവച്ചുകൊണ്ട് നിൽക്കുന്ന തൻ്റെ ചിത്രമാണ് നവ്യ പങ്കുവച്ചത്. കൊൽക്കത്തയിൽ നിന്നുമാണ് നവ്യ ഈ ചിത്രം പകർത്തിയത്. ചിത്രം പങ്കുവച്ചതും സോഷ്യൽ മീഡിയ താരത്തെ വിമർശിച്ചെത്തി. വിമർശനം വന്നതോടെ ഗതികെട്ട് നവ്യ പോസ്റ്റ് ഡിലീറ്റ് ആക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് പോലീസ് വാഹനത്തിന് മുന്നിൽ ഒരേ രീതിയിൽ കൈവച്ച് നിൽക്കുന്ന പോസും വന്ദേ മാതര പശ്ചാത്തല സംഗീതവും ചേർന്നതോടെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തോടുള്ള ഐക്യദാർഢ്യ പ്രകടനമായിട്ടാണ് പലരും ഇതിനെ വ്യാഖ്യാനിച്ചത്. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ രാജ്യത്തുടനീളം നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഇതുവരെയും യാതൊരു നിലപാടുമെടുക്കാത്തൊരു താരമാണ് നവ്യ. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് നീക്കം ചെയ്തതോടെ കടുത്ത വിമർശനവും നടിക്കെതിരെ ഉയർന്നു. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഇട്ടപ്പോഴും പോസ്റ്റ് ഇട്ടതിനു ശേഷവും നടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട്. നിർത്തിയിട്ടിരുന്ന ഏതോ വണ്ടിയുടെ മുൻപിൽ പോയി ഷോയ്ക്ക് വേണ്ടി ആരും കാണാതെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ഇട്ടതാണ്. ഇത് ചോദിച്ച് കമൻറ്റ് വന്നപ്പോൾ ഡിലീറ്റ് ചെയ്തോടി. ഞാനേ കണ്ടുള്ളൂ. വയസ്സാം കാലത്ത് ഷോ ഇറക്കാൻ നോക്കി അവസാനം ഫ്രീ ആയി ബഹിരാകാശത്തുമെത്തി. ഇങ്ങനെ പോകുന്നു നവ്യക്കെതിരെയുള്ള കമൻറ്റുകൾ. 27-കാരിയായ മോഡൽ റിയ അഹിറാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിഷേധക്കാരുമായി പോവുകയായിരുന്ന പോലീസ് വാൻ തടഞ്ഞ് പ്രതിഷേധിച്ചത്. വാനിന് മുന്നിൽ നിന്ന് റിയ മാറാൻ വിസമ്മതിച്ചതോടെ പോലീസിനൊടുവിൽ വിദ്യാർത്ഥികളെ വിട്ടയക്കേണ്ടി വന്നു. ദാദറിലെ ശിവാജി പാർക്കിന് മുന്നിൽ വെച്ച് ബുധനാഴ്ചയായിരുന്നു സംഭവം ഉണ്ടായത്. കനത്ത മഴയ്ക്കിടെ ഹൂഡിയും തൊപ്പിയും ധരിച്ചെത്തിയ റിയ വാൻ തടയുകയായിരുന്നു. നടിയും മോഡലും സംരംഭകയുമാണ് റിയ അഹിർ. ഇൻസ്റ്റഗ്രാമിൽ 1 ലക്ഷത്തിലേറെ പേർ റിയയെ പിന്തുടരുന്നുണ്ട്. പ്രതിഷേധം ചെയ്യാനെത്തിയപ്പോൾ കൂടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്തതുകൊണ്ടാണ് പോലീസ് വാൻ താൻ തടഞ്ഞതെന്ന് റിയ പിന്നീട് പ്രതികരിച്ചു. താനല്ല, ചോദ്യപേപ്പർ ചർച്ചയിൽ ജീവൻ നഷ്ടമായ കുട്ടികളാണ് ഈ സമരത്തിൻ്റെ മുഖമെന്നും അവർ വ്യക്തമാക്കി. താൻ ശബ്ദിച്ചത് പോലീസിൻ്റെ അക്രമത്തിനെതിരെയാണ്. തെറ്റ് കണ്ടാൽ എതിർക്കണമെന്നാണ് പഠിച്ചത്. ഞാൻ മരിക്കാനും തയ്യാറായിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് ഈ സർക്കാരിനൊരു ചിന്തയുമില്ല. തുടർച്ചയായ വീഴ്ചകൾ കണ്ടാണ് സമരത്തിൽ പങ്കുചേരാനെത്തിയത്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ സർക്കാർ ലളിതവൽക്കരിക്കുകയാണെന്നും പ്രധാനമന്ത്രി വെറും വാഗ്ദാനങ്ങൾ മാത്രം നൽകുകയാണെന്നും റിയ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു. പോലീസ് വാഹനം തടയുന്നതിൻ്റെ ചിത്രങ്ങൾ പ്രചരിച്ചതോടെ പലരും തന്നെക്കുറിച്ച് മോശം വാക്കുകൾ പറയുന്നുണ്ട്. സ്ക്രിപ്റ്റഡ് പ്രതിഷേധം എന്നിവരെ കളിയാക്കും. എന്നാൽ അധിക്ഷേപങ്ങളൊന്നും കണക്കിലെടുക്കുന്നില്ലെന്നും പോരാട്ടം തുടരുമെന്നും റിയ വ്യക്തമാക്കി. മുംബൈയിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തിയ 27-കാരിയായ മോഡലാണ് റിയ അഹിർ. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിനിടയിലായിരുന്നു റിയ ഒറ്റയ്ക്ക് വാഹനം തടഞ്ഞത്. ഇതിൻ്റെ ചിത്രമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഇതേ മാതൃകയിലുള്ള ചിത്രമായിരുന്നു നവ്യ നായരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ ശ്രമിച്ചത്. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ രാജ്യത്തുടനീളം നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഇതുവരെയും യാതൊരു നിലപാടുമെടുക്കാത്തൊരു താരമാണ് നവ്യ. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഇട്ടപ്പോഴും പോസ്റ്റ് ഇട്ടതിനു ശേഷവും നടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട്.